ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും അമ്മയും എൻ്റെ അനിയനും കൂടെ ചെറിയൊരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണേ. അപ്പോൾ ഔട്ടിങ്ങിന് ഇറങ്ങിയപ്പോൾ ഞാനും എൻ്റെ അനിയനും ഫ്രണ്ട്സിനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഒരു പരാതി. അമ്മയ്ക്ക് ഞങ്ങളുള്ളപ്പോഴാണല്ലോ കൊണ്ടുപോകല്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഉണ്ടാകുമ്പോൾ ഞാനും അമ്മയും കൂടെ എവിടേക്കോ പോകാറുണ്ട്. ഞാൻ അമ്മേനെ എല്ലായിടത്തും കൊണ്ടുപോകാറുണ്ടായിരുന്നു. അച്ഛൻ എപ്പോഴും ഷോപ്പിലുണ്ടാവുക. അച്ഛന് എന്താ പറയുക, ഇത്തവണ അച്ഛനെ വിളിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അച്ഛനും ഇഷ്ടമാണ് ഇങ്ങനെ വരുന്നതൊക്കെ. അപ്പോൾ ഞാനും അമ്മയും വീട്ടിലിരിക്കുമ്പോൾ ഞാൻ അമ്മേനെയും കൊണ്ട് ബൈക്കിൽ പോകാറുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ഇതേപോലെ ഹൈലൈറ്റിലോ എവിടെയെങ്കിലുമൊക്കെ പോകാറുണ്ട്. അങ്ങനെ ഇന്ന് ഞങ്ങൾ ഹൈലൈറ്റിലേക്കാണ് വന്നത്. അച്ഛനെ എന്തോ ഷോപ്പിൽ പൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ പോകുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ പർച്ചേസിങ്ങിനെ പോലെ ഈസി ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഹൈലൈറ്റിൻ്റെ ഉള്ളിൽ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ജസ്റ്റ് പെണ്ണുങ്ങൾക്കായാലും ആണുങ്ങൾക്കായാലും ഷോപ്പിംഗ് ഒരു എനിക്കും അമ്മയ്ക്കും ഭയങ്കര ക്രേസാണ്. പക്ഷെ അവിടെ നോക്കണ്ട, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷോപ്പിങ്ങിനെ പോകലും നോക്കലും. നല്ല നല്ല ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് സെർച്ച് ചെയ്യലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയും കുറേ നോക്കി, പക്ഷേ എന്താ പറയുക, അമ്മയ്ക്ക് മൈൻഡിന് ഇഷ്ടപ്പെട്ടത് അത്ര കിട്ടിയിട്ടില്ല. ഒന്നാമത്തത് ഹൈറ്റ് കമ്മി ആയതുകൊണ്ട് അമ്മയ്ക്ക് ഒരുപാട് ലെങ്ത്തുള്ള ഡ്രസ്സ് എടുത്താൽ ഒരുപാട് വെട്ടിയടിക്കണം. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒന്നും ടൈപ്പ് നോക്കാറില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. വെറുതെ ഒരു കണ്ണാടി കാണുമ്പോഴുള്ള പ്രഹസനമാണ്, അതിൽ കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്ന് അവിടെ പോയിട്ട് നമ്മൾ ഈസി ബൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഷോപ്പിൽ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഇങ്ങനൊരു ടോപ്പെല്ലാം കിട്ടി. സംഭവം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ലെങ്ത്ത് കൂടുതലാണെന്ന് പറഞ്ഞിട്ടാണ് മുപ്പത്തിക്ക് അത് എടുക്കാനൊരു മടി. ഭയങ്കര ലെങ്ത്താണ്, അത് ഞാൻ വെട്ടി മുറിക്കേണ്ടി വരും എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ അടുത്ത്. പക്ഷേ നല്ലൊരു കളറാണ്. അമ്മേൻ്റെ അടുത്ത് ഇല്ലാത്തൊരു കളറാണ്. അമ്മ ഇതുവരെ ഇങ്ങനത്തെ കളേഴ്സൊന്നും അമ്മേൻ്റെ ഇല്ല. അമ്മേൻ്റെ അടുത്ത് ഒട്ടുമിക്ക വേറെ പേസ്റ്റൽ കളേഴ്സാണ് കൂടുതലും ഞാനായാലും അമ്മയായാലും പ്രിഫർ ചെയ്യാറ്. പക്ഷേ ഒരു ബ്രൈറ്റ് കളർ വേണം തോന്നിയപ്പോൾ നോക്കിയതാണ്. പക്ഷേ അത് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് അത് ഒഴിവാക്കി. അപ്പോൾ അടുത്ത് പിന്നെയും നടക്കുക തന്നെയാണ്. ഞങ്ങൾ ലൈഫ് സ്റ്റൈലിൽ കയറി. പിന്നെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, സ്റ്റുഡിയോയിൽ കയറി. എല്ലായിടത്തും ഒന്ന് കയറി നോക്കി എല്ലാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ്. പിന്നെ നമ്മളെന്തായാലും ഹൈലൈറ്റിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഷോപ്പിലും നമുക്കൊന്ന് കറങ്ങി എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് അറിയാമല്ലോ അല്ലേ. ലൈഫ് സ്റ്റൈൽ കയറിയപ്പോൾ ലേഡീസിൻ്റെ സെക്ഷൻ താഴേക്കായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും ബ്രദർ അവിടെ പോയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടൊന്ന് താഴേക്ക് പോയിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്തു എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്നൊക്കെ. പക്ഷേ പറഞ്ഞ പോലെ അമ്മയ്ക്കും എനിക്കും ബോധിച്ചതായിട്ടുള്ള രണ്ടും കിട്ടിയിട്ടില്ല. കാരണം ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നി. അറിയില്ല, എനിക്ക് പേഴ്സണലി കോഴിക്കോട് നമുക്ക് പ്രൈസ് കുറഞ്ഞ ഒരുപാട് സ്ഥലങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഡ്രസ്സിൽ ഒരുപാട് പ്രൈസ് ഉള്ളത് വാങ്ങിക്കുന്നത് വളരെ കുറവാണ്. കാരണം ഡ്രസ്സ് നമുക്ക് എന്താ പറയുക, യൂസ് ചെയ്യുമ്പോൾ ഭംഗിയാണ്. ഞാൻ ഭയങ്കര ബ്രാൻഡ് വാല്യൂ ഒന്നും നോക്കാതെ വാങ്ങുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഭംഗിയാണ് നോക്കാറുള്ളൂ, ഭയങ്കര പ്രൈസിനേക്കാൾ ഉപരി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് നൈസായിട്ട് ഫുഡ് കഴിക്കാനുള്ളൊരു തേരോട്ടത്തിലാണ്. ആദ്യം KFC പോയി, അവിടുന്ന് പിന്നെ എമ്മിയിലേക്ക് വന്നു. ഈ എമ്മിന്ന് ഞങ്ങൾ ഫ്രൈഡ് ചിക്കനാണ് ഓർഡർ ചെയ്തത്. ഫ്രൈഡ് ചിക്കനും 2 മൊജിറ്റോയും ഓർഡർ ചെയ്തു. അങ്ങനെ അത് കഴിക്കുന്ന പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാറില്ല. കാരണം കഴിക്കുന്നതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് അതാണ് ചെയ്യാറ്. അങ്ങനെ അത് കഴിക്കുന്നതിനിടയിൽ എനിക്കത് വേണ്ടാത്തതുകൊണ്ട് ഞാനൊരു ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് എടുത്തിട്ട് പോയത്. അത് വണ്ടിയിൽ നിന്നാണ് ഞാൻ കഴിച്ചത്. വണ്ടിയിൽ നിന്ന് കഴിക്കുമ്പം അവിടെ നിന്ന് എടുത്തിട്ടില്ല. കാരണം ഞാൻ അത് ഓർഡർ ചെയ്ത ശേഷമാണ് എനിക്കുള്ള ബർഗർ ഓർഡർ ചെയ്തത്. അതുകൊണ്ട് തന്നെ വരാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് കഴിക്കാമെന്ന് കരുതി പാർസൽ മേടിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെയും കറക്കം തുടങ്ങി. ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് പോയി നെസ്റ്റോലൊക്കെ ഒന്ന് നോക്കി കയറി. പക്ഷെ ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ. വെറുതെ ഒന്ന് പോയിട്ട് ആ വഴി ഒന്ന് കറങ്ങി ഏതൊക്കെയുള്ള വെറുതെ ഒരു രസം. നമ്മൾ വരുമ്പോൾ ആണല്ലോ ഈ ഒരു രസമൊക്കെ ഉണ്ടാവുക. അങ്ങനെ വെറുതെ ഒരു രസത്തിൽ എല്ലാവരും കൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവസാനം ഞങ്ങൾ പാർക്കിങ്ങിലേക്കുള്ള വഴി തപ്പുമായിരുന്നു. വണ്ടി നിർത്തി കഴിഞ്ഞാലുള്ളൊരു ബുദ്ധിമുട്ട് ഇതാണ്, എവിടെയാണ് പാർക്ക് ചെയ്തത് എന്നുള്ളൊരു ഡൗട്ടാണ്. ആക്ച്വലി ഞാനത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട് എവിടെയാണെന്നുള്ളത്. എന്നാലും എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നെസ്റ്റോൻ്റെ അവിടെ നിന്ന് തന്നെയായിരുന്നു അതിൻ്റെ ഒരു വഴി എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ഭാഗത്തേക്ക് തന്നെ പിന്നെയും കയറിയിട്ട് പിന്നെയും ഇറങ്ങിയതാണ്. അങ്ങനെ അവിടേക്കുള്ള ഒരു സ്പോട്ട് കിട്ടി. അങ്ങനെ ഞങ്ങൾ പിന്നെയും പാർക്കിങ്ങിലേക്ക് നടന്ന് പാർക്കിങ്ങിലേക്ക് പോയിട്ട് കാറിൽ കയറിയിട്ട് അടുത്ത സ്പോട്ട് ഏതാ വേണ്ടത് അമ്മേനോട് തന്നെ ചോദിച്ചു. കാരണം അമ്മേൻ്റെ ആഗ്രഹത്തിൽ ചെയ്യാമെന്ന് കരുതി ഇന്നത്തെ ഒരു ദിവസം അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചത്. അപ്പോൾ അമ്മേൻ്റെ ആഗ്രഹത്തിന് പറഞ്ഞപ്പം ബീച്ചിൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ കാരണം കോഴിക്കോട് ബീച്ചൊക്കെ ആണല്ലോ നമ്മളെ മെയിൻ. അപ്പോൾ ബീച്ചിൽ പോകണമെന്ന് വെച്ചാൽ ഓക്കെ ബീച്ചിൽ പോകാമെന്നുള്ള എല്ലാവരും യെസ് മൂളിയപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് പ്ലാൻ ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ കിട്ടിയ ബർഗറാണിത്. ഒടുക്കത്തെ ചൂടായിരുന്നു, കണ്ടില്ലേ. നാവ് അണ്ണാക്കിൻ്റെ മർമ്മം വരെ പൊള്ളിയിട്ടാണ് ഉള്ളത്. ചൂടുണ്ട്, പക്ഷേ വലിയ ടേസ്റ്റ് ഒന്നുമില്ല. സിംഗർ ബർഗറായിരുന്നു വാങ്ങിയത്, എനിക്ക് വലിയ ഇഷ്ടമായില്ല. അങ്ങനെ ഞങ്ങൾ നമ്മളുടെ സ്വന്തം ബീച്ചിലേക്ക് എത്തി. ബീച്ചിൻ്റെ നൈറ്റ് വൈബ്
കോഴിക്കോട് ബീച്ചിൻ്റെ നൈറ്റ് വൈബ് പറയാണ്ടിരിക്കാൻ നിവർത്തിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയാണ്. ഓണാണ്, ഫുൾ കോഴിക്കോട് ഓണാണ്. ബീച്ചിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. ബീച്ചിലുള്ളവർക്കും കോഴിക്കോടുള്ളവർക്കും ഈവൻ മലപ്പുറം ഉള്ളവർക്കും എല്ലാവർക്കും അറിയാം കോഴിക്കോടിൻ്റെ ബീച്ചിൻ്റെ വൈബ് എങ്ങനെ. ഇത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. ലൈക്ക് നമ്മളെ പുതിയ സെറ്റപ്പ്, നമ്മളെ ഷോപ്പുകളൊക്കെ, നമ്മളെ എണ്ണക്കടികളും ഐശ്വര്യതയൊക്കെ കിട്ടുന്ന ഷോപ്പൊക്കെ മാറ്റിയത് ഇവിടെ വന്ന ശേഷം ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. ആക്ച്വലി അടിപൊളിയായിട്ടുണ്ട് ആ സെറ്റപ്പൊക്കെ. അങ്ങനെ ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് 3 പേരും കൂടെ കുടിച്ചു. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഐസ്ക്രീം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊണ്ടയ്ക്ക് പണി കിട്ടി. ഞാൻ ഐസ്ക്രീം കഴിക്കല്ലേ, ഷുഗറൊക്കെ ഒഴിവാക്കിയത് കൊണ്ടും പിന്നെ ഐസ്ക്രീം അത്ര വലിയ നല്ല സംഭവമല്ലാത്തത് കൊണ്ടും ഞാൻ കുടിക്കാറില്ലായിരുന്നു. പക്ഷേ ഇവരൊക്കെ കൂടുമ്പോൾ ഇപ്പോഴൊക്കെ കുടിക്കണ്ടേ, വല്ലപ്പോഴൊക്കെ ടേസ്റ്റ് ചെയ്യുന്നതിന് എന്താ അല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ കുട്ടികളുടെ നല്ല ഫൺ ആക്ടിവിറ്റീസ് പറ്റിയ സ്പോട്ട് ഞാൻ കണ്ടു, അടിപൊളിയുണ്ട്. അതൊക്കെ പുതിയതായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ പോകുന്നതിന് മുന്നേ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇവിടേക്ക് അങ്ങനെ വരാറില്ല. ഞാൻ ബട്ടറോഡ് ബീച്ചിലാണ് കൂടുതലും പോകാറ്. അങ്ങനെ അതൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ പിന്നെയും തിരിച്ച് കയറി. അധികം ടൈം ലേറ്റ് ആക്കേണ്ട കാര്യത്തിൽ അച്ഛൻ എത്തിയിട്ടുണ്ടാവും. അത് ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കയറി തിരിച്ചു പോകാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ.